മൃദംഗവിഷൻ GCDAക്ക് നൽകിയ അപേക്ഷ ന്യൂസ് മലയാളത്തിന് പരിപാടിക്കായി കലൂർ സ്റ്റേഡിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് നൽകിയത്. ഇതിൽ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. സെപ്റ്റംബർ 23-നാണ് GCDA ചെയർമാൻ അപേക്ഷ നൽകിയത്. വയനാട് മേപ്പാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മൃദംഗവിഷൻ. കേസിൽ ഇവന്റ് മാനേജർ കസ്റ്റഡിയിലായി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ചിരിക്കുന്നത്. ഈ ഇവന്റ് മാനേജർ ആരാണ്? ഇയാളുടെ ചുമതല എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ പിടിയിലായത് എപ്പോഴാണ്? ഇവന്റ് മാനേജർ കൃഷ്ണകുമാറാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാളെ പാലാരിവട്ടം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അല്പനേരം മുൻപ് ഇയാളെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഓസ്കാർ എന്ന ഇവന്റ് കമ്പനിയുടെ മാനേജറാണ് ഇയാൾ MLA വീണ് അപകടം പറ്റിയ സംഭവത്തിൽ ഇവന്റ് മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇയാൾ ഇപ്പോൾ പാലാരിവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഏറ്റവും പുതിയ വാർത്ത ഇതുതന്നെയാണ്. ഇവന്റ് കമ്പനിക്കെതിരെ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. മാത്രമല്ല സംഘാടകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സംഘാടകർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സംഘാടകരോട് ഇന്ന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും സംഘാടകർ പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. മാത്രമല്ല സംഘാടകർ നിയമോപദേശം തേടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യത്തിലേക്ക് സംഘാടകർ നീങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് GCDAക്ക് മൃദംഗനാദം നടത്തുന്നതിന് വേണ്ടി മൃദംഗവിഷൻ നൽകിയിട്ടുള്ള കത്തും പുറത്തു വന്നിരിക്കുന്നത്. ആ കത്താണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നതും. എന്തായാലും ഇവന്റ് മാനേജർ കൃഷ്ണകുമാർ പിടിയിലായിരിക്കുന്നു. പാലാരിവട്ടം പോലീസാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. അല്പനേരം മുൻപ് ഇയാളെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ശരി സഹീൻ, ഇപ്പോ പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ GCDAക്ക് മൃദംഗവിഷൻ പരിപാടി നടത്താൻ ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ ലഭിച്ചു എന്നുള്ളതാണ്. ഈ പരിപാടിക്കായി കലൂർ സ്റ്റേഡിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്.